Hello, this is Hungry Sisters and welcome back to our channel. എല്ലാവരും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല അടിപൊളി tresleches ആണ്. അതും നല്ല അടിപൊളി മാംഗോ tresleches ആണ്. ഇപ്പം മാങ്ങയുടെ സീസണൊക്കെയാണ്. എല്ലാവരും വീട്ടിലും അതുപോലെ തന്നെ കടയിലൊക്കെ മാങ്ങാസ് നല്ലപോലെ കിട്ടാനുണ്ട്. അതായത് മാംഗോസ് നല്ലപോലെ അവൈലബിൾ ആണ്. അപ്പോൾ ആ മാങ്ങ വെച്ചിട്ടുണ്ട് നല്ല അടിപൊളി tresleches ഉണ്ടാക്കി കളയാം. അതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായിക്കുന്ന ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് അടക്കാം. അതിനായിട്ട് ഞാനിവിടെ 3 മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. നല്ല പഴുത്ത മാങ്ങയാണ്. അതിലൊരു മാങ്ങ നമുക്ക് ചെറുതായി അരിഞ്ഞെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് 3 ടേബിൾ സ്പൂൺ പൗഡർഡ് ഷുഗർ ഇട്ട് കൊടുക്കാം. ഈ സമയം ഞാൻ കുറച്ച് ബട്ടർ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് 3 ടീസ്പൂൺ മെൽറ്റഡ് ബട്ടർ കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. നമ്മുടെ ട്രെസ്ലെച്ചസിൻ്റെ ഒരു ലെയർ നമ്മൾ ഫില്ല് ചെയ്യാൻ പോകുന്നത് ഈ മാംഗോസ് വെച്ചിട്ടാണ്. ഇതങ്ങോട്ട് മാറ്റി വെക്കാം. ബാക്കിയുള്ള 2 മാങ്ങ തൊലിയൊക്കെ കളഞ്ഞ് നമ്മുടെ മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൾപ്പാക്കി എടുത്തതിന് ശേഷം അതിലേക്ക് 1 കപ്പ് പാലും 1 കപ്പ് ഇവാപറേറ്റഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ വേണ്ടത് ആവശ്യത്തിന് കണ്ടൻസ്ഡ് മിൽക്കാണ്. നിങ്ങളുടെ മദർ അനുസരണം കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ അടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മാംഗോ സോസും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ട്രെസ്ലെച്ചസ് ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. ബ്രെഡ് വെച്ചിട്ടാണ് നമ്മളിന്ന് ട്രെസ്ലെച്ചസ് സെറ്റ് ചെയ്തെടുക്കുന്നത്. ഇതിന് പകരം നിങ്ങൾക്ക് പുഡിംഗ് ട്രേ ഒക്കെ എടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു ബോക്സാണ് സെറ്റ് ചെയ്തെടുക്കുന്നത്. ഇതിലേക്ക് നമ്മുടെ ബ്രെഡ് സ്ലൈസസ് നമ്മുടെ മാംഗോ സോസിൽ മുക്കിയതിന് ശേഷം ഫസ്റ്റ് ലെയർ ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുക്കാം. അതിന് മുകളിലായിട്ട് നമ്മൾ നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള മാംഗോസ് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് സോസ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ട്രെസ്ലെച്ചസിൻ്റെ ഫസ്റ്റ് ലെയർ റെഡി ആയിട്ടുണ്ട്. ഇനി നേരത്തെ സെയിം പ്രോസസ്സാണ്. ബ്രെഡ് നമ്മുടെ സോസിൽ മുക്കിയതിന് ശേഷം സെക്കൻഡ് ലെയർ വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മാങ്ങ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 3 ലെയറായിട്ടാണ് ചെയ്തെടുക്കുന്നത്. ബാക്കിയുള്ള ഗ്യാപ്പ് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള സോസ് വെച്ചിട്ട് ഒന്ന് കവർ ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇത് ഒരു 5 മിനിറ്റ് ഫ്രീസറിൽ വെച്ചിട്ടൊന്ന് സെറ്റാക്കി എടുക്കണം. ഈ സമയം നമുക്ക് ഫ്രോസ്റ്റിങ്ങിന് വേണ്ട സംഭവം ശരിയാക്കി എടുക്കാം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് ആവശ്യത്തിന് വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കാം. പിന്നെ വേണ്ടത് കുറച്ച് പൗഡർഡ് ഷുഗറാണ്. അതിട്ടതിന് ശേഷം നല്ലപോലെ ബീറ്റ് ചെയ്ത് ഒന്ന് റെഡിയാക്കി എടുക്കണം. ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വനില അസൻസും അതുപോലെ തന്നെ നേരത്തെ മാംഗോ സോസ് കൂടി കുറച്ച് ഒഴിച്ചു കൊടുക്കണം. നിങ്ങളുടെ കയ്യിൽ തിക്ക് ക്രീം ഉണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. ഉണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. ഇത് വെറും ഓപ്ഷണലാണ്. നമ്മുടെ വിപ്പിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ സമയം നമ്മുടെ ട്രെസ്ലെച്ചസ് ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ ക്രീം ഒഴിച്ചു കൊടുക്കാം. ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് സെറ്റാക്കി എടുക്കാം. അപ്പോൾ സംഭവം ഇത്രയേ ഉള്ളൂ. സംഭവം സെറ്റാണ്, പൊളിയാണ്, വേറെ ലെവലാണ്. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള മാംഗോസ് ബാക്കി ഉണ്ടെങ്കിൽ മേലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ. എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. പക്ഷേ കഴിക്കണമെങ്കിൽ ഇച്ചിരി ക്ഷമ വേണം. കാരണം ഒരു 3-4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാംഗോ ട്രെസ്ലെച്ചസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ 3 ലെയറൊക്കെ നല്ല അടിപൊളിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി മാംഗോ ട്രെസ്ലെച്ചസ് എന്തായാലും വീട്ടിൽ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ആ സോസ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ സംഭവം ഈസിയാണ്. സെറ്റാക്കി എടുക്കാൻ കുറച്ച് സമയം എടുക്കുന്നേ ഉള്ളൂ. ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് അറിയിക്കുക.
അപ്പോൾ എല്ലാവരും വേറെ വീഡിയോ ആയിട്ട് വരുന്നവരെ ടേക്ക് കെയർ, ബൈ ബൈ. പിന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്നുകൂടി പറയുകയാണ്, സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടമായിക്കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. ബൈ ബൈ, ടേക്ക് കെയർ, അസ്സലാമു അലൈക്കും.